അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെനിക്ക് അവിടെ നമ്മുടെ SBI ലൈഫിൽ ഓഫീസിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ അത് എല്ലാ മാസവും നടത്തുന്ന മീറ്റിംഗാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരെയും ആരെയൊക്കെയാണ് പ്ലാൻസുകളൊക്കെ ചെയ്തിട്ടുള്ള അവരെയൊക്കെ അനുമോദിക്കൽ, ഡീറ്റെയിൽസൊക്കെ പറയൽ, ഇപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുക. ഫുഡൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിച്ചിട്ട് പിരിയാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പം നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നമ്മുടെ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ അവർ ക്ലിയർ ചെയ്ത് തരും. പിന്നെ ഇപ്പോഴുള്ള ആ ഒരു SBIയുടെ വളർച്ച അതിനെക്കുറിച്ചൊക്കെ പറയും. ഓരോ ഓഫീസിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇവിടുന്ന് 10:30 തുടങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 11 മണി എന്നുള്ള ഒരു ടൈമെങ്കിലും ഞാനിവിടുന്ന് 10:30 മുമ്പ് ഏകദേശം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഞാനാണെങ്കിൽ ഇപ്പം ഈ റോഡ് പണിയായത് ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനൊന്ന് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വണ്ടി പോയി, ബസ് പോയി. അത് കഴിഞ്ഞ് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പം ഫാസ്റ്റ് പോകുന്നുണ്ട്. ഫാസ്റ്റ് ഞാൻ ഫാസ്റ്റിന് അവിടെ നിർത്തുമെങ്കിലും അടുത്ത് വേണ്ട, ഓർഡിനറി എപ്പോഴും വരുന്നതാണല്ലോ എന്നുള്ള അമിതമായിട്ടുള്ള എൻ്റെ ഒരു ആത്മവിശ്വാസം മൂലം ഞാൻ ഫാസ്റ്റിന് കയറിയില്ല. പിന്നെ ചാർജും കൂടുതലാണല്ലോ. അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എപ്പോഴും ബസ്സുള്ളതാണ് ആ റൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ഓർഡിനറി വരുന്നുണ്ട്. ഓർഡിനറി എന്ന് പറഞ്ഞാൽ LS കിട്ടും ഇഷ്ടം പോലെ. LS വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുന്നേ ഒരു പ്രൈവറ്റ് ബസ് വരുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പേ ആയിട്ടൊരു ലോറി വരുന്നുണ്ട്. അതായത് പറഞ്ഞു വരുമ്പം ഒരു ലോറി, അതിൻ്റെ പുറകിലൊരു പ്രൈവറ്റ് ബസ്, അതിൻ്റെ പുറകിലൊരു KSRTC, ഇങ്ങനെയാണ് വരുന്നത്. അവർ 3 പേരും കൂടെ വാശിക്കാണ് റോഡിൽ കൂടെ വരുന്നത്. അതായത് ഒരു സ്റ്റെപ്പ് പോലായിട്ട് എങ്ങനെയാണ് വണ്ടി വരുന്നത് അതേപോലെയാണ് വരുന്നത്. വെച്ചാൽ സ്റ്റെപ്പാണെന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിൻ്റെ പുറകിൽ ഇച്ചിരി ഫ്രണ്ടിലോട്ട് കയറി, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകിൽ ഇച്ചിരി ഫ്രണ്ടിലോട്ട് കയറി. അതായത് 3 പേരും വാശിക്ക് മുന്നോട്ട് കയറാൻ ശ്രമിച്ചാൽ എങ്ങനെയായിരിക്കും വണ്ടി ഓടുന്നത് അതേപോലെ റോഡ് ഏകദേശം പകുതിയും കഴിഞ്ഞിട്ടാണ് ഈ 3 വണ്ടികൾ നിൽക്കുന്നത്. കാരണം എല്ലാവർക്കും മുന്നേ വരണമെന്നുള്ളത്. ലോറിക്കാരൻ്റെ പുറകെ പിന്നെ പ്രൈവറ്റ് ബസ്സുകാർ ഞാൻ നിർത്തുന്ന സ്റ്റോപ്പിൽ ഈ പ്രൈവറ്റും KSRTC നിർത്തുന്നതാണ്. അങ്ങനെ KSRTCയെ പിന്നിലാക്കിക്കൊണ്ട് പ്രൈവറ്റ് ബസ് വന്നു കഴിഞ്ഞപ്പോൾ KSRTC അതിൻ്റെ ദേഷ്യം കാണിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ നിർത്തിയില്ല. പ്രൈവറ്റ് നിർത്തി. എനിക്ക് പ്രൈവറ്റ് കയറാൻ പറ്റത്തില്ല, അത് വേറെ വഴിയാണ് പോകുന്നത്, അതുകൊണ്ട് ഞാൻ കയറിയില്ല. പക്ഷേ KSRTC നിർത്താതെ പോയി. ആ ബസ് പോയി കഴിഞ്ഞ് പിന്നെയും ഒരു ഫാസ്റ്റ് പോയി. ഞാൻ അവിടുത്തെ ഇനിയും വരുമല്ലോ, കാരണം എപ്പോഴും ഇങ്ങനെ ആളൊഴിഞ്ഞ് വണ്ടിയായിട്ട് ഇങ്ങനെ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 1/4 മണിക്കൂറോളം ബസ് സ്റ്റോപ്പിൽ നിന്നു എന്നുള്ളതാണ്. ബസ് വന്നില്ല. ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു, ഇനി ഏത് ബസ് വന്നാലും ഫാസ്റ്റ് ആയാലും ലിമിറ്റഡ് ആയാലും എന്ത് സംഭവം വന്നാലും ആ സ്ഥലത്ത് ചേർത്തല നിർത്തുമെന്നുണ്ടെങ്കിൽ ഞാൻ കയറും എന്ന് തീരുമാനിച്ച് അങ്ങനെ നിന്നപ്പോൾ ഒരു ഫാസ്റ്റ് വന്നു. ചാർജ് കൂടുതലാണ്, 6-7 രൂപയുടെ വ്യത്യാസം ഉണ്ടെങ്കിലും അത് വലിഞ്ഞ് കയറി. അവിടെ ചെന്നപ്പം 12 മണി ആകാറായി. എല്ലാവരും ഉണ്ട്, ഞാനാണ് ലാസ്റ്റ് ചെയ്യുന്നത്. കയറിക്കോട്ടെ ചോദിച്ചു. കയറിയിരുന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം സംസാരിച്ചു. പക്ഷേ ഞങ്ങളുടെ മാനേജർക്ക്, യൂണിറ്റ് മാനേജരാണ്, അപ്പം മാഡത്തിനിപ്പോൾ ഇന്ന് ഒരു എക്സാം ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി. അപ്പം ഞാൻ നോക്കിയാൽ മാഡത്തിനെ മാത്രം കാണുന്നില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് മെസ്സേജ് അയച്ചു, മാഡം ബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ മാഡത്തിനെ കാണാനായിട്ട് അവിടെ ഓരോരുത്തരോട് തിരക്കിയപ്പോഴത്തേക്കും ഇല്ല, വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം പിന്നെ മാഡത്തിനെ ഞാൻ വിളിച്ചു, കണ്ടിട്ട് പോകാമല്ലോ, വന്നല്ലേ എന്ന് വിചാരിച്ചു. അപ്പം വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാനിതുപോലെ ഒരു എക്സാം ഉണ്ട് പെരുമ്പാവൂർ വെച്ചിട്ടാണ്, അത് എഴുതി കഴിഞ്ഞിട്ട് രാവിലെ ടൈം, അത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരികയാണ്, താമസിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ശരിയെങ്കിൽ അപ്പോൾ ഫുഡ് കഴിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നു, കഴിച്ചു, എനിക്കിനിയിപ്പം താമസിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പോവാം പറഞ്ഞു. പൊയ്ക്കോ, ഞാൻ താമസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകാനൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ വിവാഹമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു പാവം പിടിച്ചൊരു കൊച്ചേട്ടാ. അതിൻ്റെ ആ പറച്ചിലൊക്കെ, കാരണം അതിനവിടെ പരിചയമുള്ള എല്ലാവരെയും വിളിക്കുന്നുണ്ട്. എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പം അവിടെ പറയുന്നുണ്ട്, ഇവിടുത്തെ ഹെഡിന് ലെറ്റർ കൊടുത്തിട്ടുണ്ട്, അത് മതി, എല്ലാവരോടും പറഞ്ഞോളും, ഗ്രൂപ്പിലൊക്കെ സംസാരിക്കുമല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ടും അതിനറിയാവുന്ന എല്ലാവരുടെ അടുത്തും ചെന്ന് കല്യാണത്തിൻ്റെ കാര്യങ്ങൾ. അപ്പം പ്രായമുള്ള, അതായത് റിട്ടയർമെൻറ്റിന് ശേഷം SBIയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്.
ഇത് അപ്പം നല്ല പ്രായമുള്ളവർ, നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവർ, വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഏജ്ഡുള്ള കുറേ അച്ഛന്മാർ ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ചെന്ന് ഇത് കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവർ തിരക്കുന്ന കേൾക്കണം. എവിടെയാണ് പയ്യൻ, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് കല്യാണം, ഇങ്ങനെ ബാക്കി പറയൂ എന്നൊക്കെ ചോദിച്ചിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നത് പാവം പിടിച്ചു. ഞാനതിൻ്റെ ആ മുഖത്തെ എക്സ്പ്രഷൻസും ഒക്കെ കുറേ നേരം നോക്കി ഓരോരുത്തരോടും ചെന്ന് പറയുന്നതൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് അപ്പോൾ അവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കഴിക്കാനില്ല, കാരണം നമുക്കൊരു ചെറിയൊരു ഇതുണ്ടല്ലോ, ഫീലിങ്സ് ഉണ്ടല്ലോ. അത് ഞാനിതുവരെ എൻ്റെ ഐ ഡി ആക്റ്റീവ് ആക്കിയിട്ടില്ല. ഐ ഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു എണ്ണം പോലും ചെയ്തിട്ടില്ല എനിക്ക്. അപ്പം അതിൻ്റെ ഒരു ഫീലിങ്സ് എന്തായാലും എൻ്റെ ഉള്ളിലുണ്ട്. കാരണം നമ്മൾ അവിടെ ചെയ്യാത്തവർ വേറെ ഉണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മളൊരു കാര്യം ചെയ്തിട്ട് ഒരു പ്ലാൻ പോലും നമുക്ക് ആരെ കൊണ്ടും എടുപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് അവരുടെ ഫുഡോ അങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്നതിൽ എനിക്കത്ര ഒരു ഇത് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഒഴിവാക്കിയിട്ടാണ് എന്തായാലും കഴിച്ചിട്ട് പോകുന്നത്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എന്നെ സംബന്ധിച്ച് ഇനി എങ്ങനെയാണ് ഇപ്പം പ്ലാൻ എന്നൊക്കെ അറിയത്തില്ല. അപ്പം കഴിഞ്ഞ ദിവസം മാഡം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ചെയ്തു തരാം. അപ്പം മാഡം വന്നു. അപ്പോൾ മാഡമായിട്ട് ഞാനിവിടെ 1-2 വീടുകളിലൊക്കെ പോയി. അപ്പം ചിലരോട് നമ്മൾ പറയുമ്പോൾ ഇതെന്താണ് മനസ്സിലാക്കുന്നില്ല. അപ്പം ആദ്യം ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇത് പോളിസി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പിന്നീട് ഇത് മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും നോക്കാം എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു സമാധാനം. അങ്ങനെ മാഡം വന്നു, കുറച്ചടുത്ത് പോയി. പിന്നെ വേറൊരു ദിവസം വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിന്ന് ലിസ്റ്റൊക്കെ ഇങ്ങനെ ഏകദേശം എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു. അപ്പം കുറച്ചെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം, എന്താ പറയുക, ഇനി അടുത്ത ഒരു മീറ്റിംഗ്, എല്ലാ മാസവും മീറ്റിംഗ് ഉണ്ടെന്ന്. അപ്പോൾ അടുത്ത മീറ്റിങ്ങിൽ സന്തോഷത്തോടു കൂടി അതിലിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇങ്ങനെ പ്ലാൻസൊക്കെ ചെയ്തവർക്ക് അവരെ ആദരിക്കുന്നതൊക്കെ, അപ്പം നമ്മളൊക്കെ ഇങ്ങനെ വെറും 0-ൽ നിന്നിങ്ങനെ നോക്കുകയാണ്. അപ്പം ഒരു വല്ലാത്തൊരു ഫീൽ നമുക്ക് തോന്നും, സ്വാഭാവികം. പിന്നെ അടുത്ത് നമ്മൾ ചോദിക്കുന്നു. പിന്നെ നമ്മൾ ചോദിക്കുന്നത് അത് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗം നമ്മൾ ചോദിക്കുന്നു. അത് ചെയ്യണോ വേണ്ടയോ എന്നത് കേൾക്കുന്ന ആളുടെ കയ്യിലുള്ള കാര്യമാണല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സ് പോലിരിക്കും. ചിലരുണ്ട് എല്ലാത്തിനും നെഗറ്റീവായിട്ട് കാണുന്ന ഒരു പറ്റ ആളുകളുണ്ട്. അതായത് നമ്മളോട് പക്ഷേ അത് കാണിക്കത്തില്ല. നമ്മൾ വലിയ കാര്യമായിട്ട് നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നമ്മൾ സംസാരിച്ച് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ നീ ഇതെന്ത് പറഞ്ഞാലും ഞാൻ നിൻ്റെ അടുത്ത് ഇത് ചെയ്യില്ല എന്ന മനസ്സിൽ വെച്ചുകൊണ്ട് ഉള്ളിൽ ചിരിക്കുന്ന ഒരു പറ്റ ആളുകളുണ്ട്. പക്ഷേ എന്താണ്, ചിലരുണ്ട് അധികം വലിയ ഒരു ഹെവി ആയിട്ടുള്ള നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നല്ല പൈസയുടെ ഒക്കെ ഇതുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇല്ലെങ്കിലും ചിലരുണ്ടെങ്കിൽ തന്നെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്നവരുണ്ട്. ചിലരെന്താണ് നമ്മളുള്ള അത്യാവശ്യം സാലറിയൊക്കെ കാണത്തില്ല, പക്ഷെ കാര്യം പറയുമ്പോൾ അവർ പെട്ടെന്ന് മനസ്സിലാക്കും, പ്രയോജനമുള്ളതാണല്ലോ എന്ന് കരുതിക്കൊണ്ട് നമ്മളൊപ്പം നിൽക്കുന്ന കുറച്ച് നല്ല മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ എനിക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അപ്പം അങ്ങനെ പോകുന്നു. അപ്പം ഇന്ന് കുറേ കാര്യങ്ങൾ കണ്ടപ്പോഴും KSRTCയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇത് വന്നപ്പോഴൊക്കെ ഭയങ്കര ഫീൽ ചെയ്തു. പക്ഷെ തിരിച്ച് വന്നപ്പോഴത്തേക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ തന്നെ വണ്ടി നോക്കി ക്രോസ് ചെയ്ത് അവിടെ ചെന്ന് നിന്നപ്പോഴേക്കും ബസ് വന്നു. അങ്ങനെ തിരിച്ചിങ്ങ് പോകും. അതേതായാലും പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. ഇങ്ങനെ വന്നപ്പം മാനസ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ തന്നെ ഞാനും കുറച്ച് നേരം ഒന്ന് കിടന്നു ഫ്രഷായി. പിന്നെ അടുത്ത ട്യൂഷൻ സെൻ്ററിലേക്ക് പോയി. ഇതായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ. ഓക്കെ.